നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വിവിധ ഭാഷകളിലെ ബിഗ് ബോസ് ശബ്ദവും ഇതിന് പിന്നിലെ ഉടമകളെയും പറ്റിയാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് ശബ്ദം ഉറപ്പായി കമന്റ് ചെയ്യുക. ലിസ്റ്റിലായത് ഹിന്ദി ബിഗ് ബോസ് ആണ്. ആദ്യം നമുക്ക് ഹിന്ദി ബിഗ് ബോസിന്റെ ശബ്ദം കേൾക്കാം. चाहते हैं कि अभिनव कन्फेशन रूम में आए. अभिनव जी. रुबीना से बात कर रहे थे जी. कल आपके बारे में सलमान खान ने कुछ कहा जी. जो बहुत बुरा लगा है. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു വ്യക്തിയാണ് വിജയ് വിക്രം സിംഗ്. ഇദ്ദേഹമാണ് ഹിന്ദി ബിഗ് ബോസ് ശബ്ദത്തിന് പിന്നിൽ. नमस्कार, मेरा नाम विजय विक्रम सिंह है और मैं एक वॉइस ओवर प्रोफेशनल हूँ. അടുത്തത് ബിഗ് ബോസ് കന്നഡയാണ്. ആദ്യം നമുക്ക് ബിഗ് ബോസ് കന്നഡയുടെ ശബ്ദം കേൾക്കാം. ಪ್ರತಾಪ್, ನಿಮಗೆ ಕೊಟ್ಟಿರುವ ಟಾಸ್ಕ್ ಅನ್ನು ನೀವು ಇನ್ನೂ ಪೂರ್ತಿಗೊಳಿಸಿಲ್ಲ. ಇದಕ್ಕಾಗಿ ನಿಮ್ಮ ಮೇಲೆ ಬಿಗ್ ಬಾಸ್ ಯಾಕೆ ಕ್ರಮ ಕೈಗೊಳ್ಳಬಾರದು? ಒಗಟನ್ನು ಬಿಡಿಸಿದರೆ ಒಂದು ಉತ್ತರ ಸಿಗಬೇಕು. അപ്പോൾ ഇദ്ദേഹമാണ് ബഡേക്കില്ല പ്രദീപ്. ഈ ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് കന്നഡയുടെ ശബ്ദത്തിന് പിന്നിൽ. ನಮಸ್ಕಾರ, ನಿಮಗೆಲ್ಲರಿಗೂ ನವರಾತ್ರಿ ಹಬ್ಬದ ಹಾರ್ದಿಕ ಶುಭಾಶಯಗಳು. അടുത്തത് ബിഗ് ബോസ് മറാത്തിയാണ്. നമുക്ക് ആദ്യം ബിഗ് ബോസ് മറാത്തിയുടെ ശബ്ദം കേൾക്കാം. बिग बॉस आपल्या निदर्शनास आणून देऊ इच्छितात की संदेश पत्रात लिहिल्याप्रमाणे कार्यासाठी दिलेल्या सामग्रीचा അപ്പോൾ ഈ ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് മറാത്തിയുടെ ശബ്ദത്തിന് പിന്നിൽ. ഇദ്ദേഹത്തിന്റെ പേര് രത്നാകർ തത്ലേക്കർ എന്നാണ്. അടുത്തത് బిగ్ బాస్ తెలంగాణ. ఆദ്యం നമുക്ക് బిగ్ బాస్ తెలుగుന്റെ శబ్దం കേൾക്കാം. తయ్యన్ నియమాలు పాటించే లగ్జరీ బడ్జెట్ టాస్క్ ఇచ్చారు. బిగ్ బాస్ మీకు ఒక విషయాన్ని తెలియజేస్తున్నారు. ఈ టాస్క్ లో అత్యంత నిరాశాజనకంగా ఉంది. ഇദ്ദേഹമാണ് മമ്മ മഹേഷ്. ഈ ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് തെലുങ്കിന്റെ ശബ്ദത്തിന് പിന്നിൽ. അടുത്തത് ബിഗ് ബോസ് തമിഴാണ്. അപ്പോൾ നമുക്ക് തമിഴ് ബിഗ് ബോസിന്റെ ശബ്ദം കേൾക്കാം. பாட்டி சொல்லை தட்டாதே டாஸ்க்ல உங்க எல்லாருக்கும் டாஸ்க் லெட்டர் மூலமா கதைக்களம் கொடுக்கப்பட்டது. ഈ ഒരു വ്യക്തിയാണ് ബാന. ഇദ്ദേഹമാണ് തമിഴ് ബിഗ് ബോസിന്റെ ശബ്ദത്തിന് പിന്നിൽ. If I'm offered a choice between being right and being kind, I will always choose being kind. അടുത്തത് ബിഗ് ബോസ് ബംഗാളിയാണ്. ബോളിവുഡ് നടനായ മിഥുൻ ചക്രവർത്തിയാണ് ബിഗ് ബോസ് ബംഗാളിയുടെ ശബ്ദത്തിന് പിന്നിൽ. বিগ বস আপনাদের জানাচ্ছে এই সপ্তাহে ঘর ছাড়ার জন্য নমিনেশন প্রক্রিয়া শুরু হতে চলেছে. അടുത്തത് നമ്മുടെ മലയാളം ബിഗ് ബോസ് ആണ്. ഇത് പ്രത്യേകിച്ച് കേൾക്കേണ്ട ആവശ്യമില്ല, എങ്കിലും നമുക്ക് നോക്കാം. രഞ്ജിനി, ടാസ്കിനു വേണ്ടി നിങ്ങൾക്കുള്ള പണവും ബാഡ്ജുകളും പൗച്ചുകളുമാണ് നിങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. നിങ്ങൾ തെരഞ്ഞെടുത്ത തൊഴിലാളികളെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ബാഡ്ജ് ധരിപ്പിക്കുക. ഓർക്കുക, മുഴുവൻ പണവും ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്. ആർക്ക് എത്ര പ്രതിഫലം നൽകണമെന്ന് നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിക്കുക. എല്ലായ്പ്പോഴും പണം ശ്രദ്ധയോടെ സൂക്ഷിക്കുക. അപ്പോൾ ഇദ്ദേഹമാണ് രഘുരാജ്. ഈ ഒരു വ്യക്തിയാണ് മലയാളം ബിഗ് ബോസിന്റെ ശബ്ദത്തിന് പിന്നിൽ. ബിഗ് ബോസ് സീസൺ 1 സൗണ്ടിന്റെ ഉടമ, ശബ്ദത്തിന്റെ ഉടമയെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. മലയാളി, നമ്മുടെ തൃശ്ശൂർ ഗഡി രഘുരാജ്. പുള്ളിയുടെ സൗണ്ട് അസാധ്യ സൗണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി 2 വാക്ക് പുള്ളി പറയുന്നതായിരിക്കും. പറയാൻ വച്ചാനെ. സാബു, നിങ്ങൾ കൺഫെഷൻ റൂമിലേക്ക് വരിക.